അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ യൂണിഫോം ഇട്ടിട്ട് ഫസ്റ്റ് ഡേ അവന് സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. യൂണിഫോം അടക്കം ഭയങ്കര ഓവർ സൈസായിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ ഒരു കാര്യം എന്താ പറയുക. അപ്പോൾ ഫസ്റ്റ് ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ജീരകശാല റൈസ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 വെല്ലുള്ളി അതുപോലെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാൻ വെല്ലുള്ളിയൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എന്നുള്ളതൊക്കെ പറയുക കേട്ടോ. അപ്പോൾ കുറേ കമൻസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് അതിന് റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. പിന്നെ ഇന്നലെ ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം ആരും കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ അവിടെ റൈസ് വെന്ത് കൊണ്ടിരിക്കണു. സോയ ഞാൻ ചുടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാല് വന്നപ്പോൾ വേഗം പാലൊക്കെ എടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. പാൽ എന്തിനാണ് അരിക്കുന്നതെന്ന് 100 പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. 100 പ്രാവശ്യം ഞാൻ ആൻസറും പറഞ്ഞിട്ടുണ്ട്. അതിൽ വല്ല പൊടിയോ രോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചായ റെഡിയാക്കി പാല് തിളച്ച് ചിന്തി സൂപ്പറായിട്ടുണ്ട് അല്ലേ. അതുവരെ നോക്കി നിന്ന് 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലാണ് ഈ ഒരു സംഭവം സംഭവിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരിക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു. ഇനി ബാക്കി പിന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ റിഹാൻ, ഹാപ്പി ടു ഹിയർ ഉപ്പ ഇറ്റ്സ് ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ. ഓക്കെ. റിഹാൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ ചോദിക്കുന്നുണ്ട്. അവന് AI BTech എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നാട് ഇപ്പം മിസ്സിങ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ ഓക്കെ നാട്ടിലോട്ട് വേഗം വരാൻ പറ്റട്ടെ. എവിടെയാണ് വീട്. അങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയ ജീരകം ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും വലിയ ഉള്ളി 2 എണ്ണം കേട്ടോ ചോപ്പ് ചെയ്തതും ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിവിടെ ക്യാപ്സിക്കം തക്കാളിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് പച്ചമുളകും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് ഇത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതാ ഒരു 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ഫ്രീസറിൽ വെച്ചത് കൊണ്ടാണ് അത് കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും കൂടെ അടച്ചു വെച്ച ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂണോളം കുരുമുളക് പൊടി, ഇച്ചിരി ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ലാത്ത പരിപാടി ഇല്ല എന്ന് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വരും തോന്നുന്നു. അങ്ങനെ കുതിർത്തി പിഴിഞ്ഞ് നമ്മുടെ സോയയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് അങ്ങ് പിടിച്ചു പോകും കേട്ടോ. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരു 1/4 പീസ് നാരങ്ങയുടെ നീര്, 1 സ്പൂണ് തൈരും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ നേരത്തെ ഊറ്റി മാറ്റി വെച്ച് നമ്മുടെ റൈസില്ലേ അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നോട് പലരും പറയും ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക് റൈസ് വേറെ മസാല വേറെ എന്നുള്ളത്. അപ്പോൾ ആ പരാതി അങ്ങ് മാറി കിട്ടിയല്ലോ. കുറച്ച് ഗരം മസാല ആക്കി, മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച എല്ലാ റൈസും ഇതുപോലെ ആക്കി ഒരു 5 മിനിറ്റ് ദമ്മ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിവിടെ ഓട്സ് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. ഇന്ന് ഹോസ്പിറ്റലിലും കൂടെ പോകേണ്ട ദിവസമാണ് ചെക്കപ്പിന്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്സാണ് ഉണ്ടാക്കിയത്. 8:30 പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അതല്ലേ ഈസി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കേട്ടോ. ചക്ക പഴഞ്ചക്ക ബീഫ് അടിപൊളി. ഓക്കെ മിടുക്കി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. റിഹാൻ ഏത് കോഴ്സാണ് എടുത്തത്, ഏത് കോളേജിലാണ്? ജിനി ഉമ്മയോട് സലാം പറയണേ. 2 ആളോടും സലാം പറയാം കേട്ടോ. ഉമ്മ കമൻസൊക്കെ വായിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ലഞ്ച് ബോക്സ് റെഡി. സൈഡിലൊരു എഗ്ഗും വെച്ച് കൊടുത്തു. അത് കെട്ടി കൊടുത്തിട്ട് അവനക്ക് അങ്ങ് കൊടുത്തു. അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അതൊന്നും കേടുവരുത്തരുത് കേട്ടോ. യൂണിഫോമൊക്കെ ഒന്ന് കുറച്ച് വൃത്തിയിൽ സൂക്ഷിക്കുവോ? നീ 9ാം ക്ലാസ് എത്തിയിട്ടാ ഞാൻ മറക്കണ്ട. ഇനി കച്ചറ കോലത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ
അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയ ശേഷം ഞാനിതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ 5-6 പീസ് പൈനാപ്പിളും 2 എഗ്ഗുമാണ് കഴിക്കുന്നത്. എഗ്ഗിൻ്റെ യെല്ലോ ഇപ്പം ഞാൻ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് എഗ്ഗ് കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും യെല്ലോ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പോണതിന് മുമ്പ് ചായ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കാണിക്കാൻ വിട്ടു പോയതാണ്. അങ്ങനെ ചായ എല്ലാം ഉണ്ടാക്കിയ ശേഷം എൻ്റെ ചായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചെടുത്തു കേട്ടോ. പിന്നെ റിഹാൻ്റെ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, AI BTech ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോളേജ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ചക്ക കിട്ടിയാൽ ഡയറ്റ് പോകുമെന്ന് പറയുന്നുണ്ട്. കുറച്ച് ചക്ക ഞാൻ കഴിച്ചു. ഇഡലി ബാലൻസ് വരുമ്പോൾ ഇഡലി ഉപ്മാവ് ട്രൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ല ഇനി ട്രൈ ചെയ്യാം കേട്ടോ. റിഹാൻ ഏത് കോഴ്സ് എടുത്തേ അങ്ങനെയാണ് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. അവനെടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല അല്ലേ. നമ്മളിപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യും, സൈലൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ എൻ്റെ കമൻറ്റ് ബോക്സിലേ വരാറുണ്ട് പലരും, എപ്പോഴും ഇതുപോലെ ചെയ്ത് മടുക്കുന്നില്ലേ, അല്ലെങ്കിൽ എന്തൊരു സ്പീഡാണ്, ഭയങ്കര ഉഷാറാണ്, താത്തയെ പോലെ എനിക്കും ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കാണാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരോടൊക്കെ പറയുന്നത്, നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ലൈഫിൽ പോകുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾക്കും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും, നമ്മൾ ഉഷാറില്ലാണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാ ലൈഫിലും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള കാര്യങ്ങളാണ് അതെല്ലാം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുക. സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ കാര്യം കാത്തിരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ചിലപ്പോൾ അതൊരു പൂ വിരിയുന്നതായിരിക്കും. ഈ പണ്ടുള്ളവർ പറയില്ല, ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു പച്ചക്കറി ഉണ്ടാക്കി തോട്ടത്തിലൊരു പച്ചക്കറി ഉണ്ടായാൽ ഇതിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോവുക. ഓക്കെ, തമ്മിൽ ബന്ധമില്ലാണ്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടല്ലേ, അതും എൻ്റെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വാഷിങ് കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് തുണികളൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 വാഷ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. 3 വാഷിൻ്റെ തുണികളൊന്ന് ഉണങ്ങാനിട്ടു. ഒന്ന് ബിഗ് വാഷായിരുന്നു, 2 ചെറിയ വാഷ്. അതായത് ഒന്ന് ഞാൻ ഏകദേശം 1.25 മണിക്കൂറിൻ്റെ വാഷിങ് ഇട്ടു, ബാക്കി 2 അര മണിക്കൂറിൻ്റെ ആട്ടോ ഇട്ടത്. ഒരുപാട് ചളി ഇല്ലാത്തത് ഞാൻ അരമണിക്കൂറിൻ്റെ വാഷിങ്ങേ ഇടാറുള്ളൂ. നമുക്ക് ചളി വിയർപ്പൊക്കെ തോന്നുന്ന ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഏകദേശം 1.25 മണിക്കൂറിൻ്റെ വാഷിങ് ഇടും കേട്ടോ. പിന്നെ നമ്മുടെ മെഷീനിൽ തന്നെ ചുടുവെള്ളത്തിൽ വാഷ് ചെയ്യേണ്ട ഓപ്ഷനും ഒക്കെ ഉണ്ട്. അത് പക്ഷേ 2.5 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അത്രയ്ക്ക് വലിയ ഇതിൽ ചെയ്യാറില്ല. പണ്ട് ഇക്ക കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വാഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഏറ്റവും ചളിയില്ലാത്തത് ഇക്കാൻ്റെ ഡ്രസ്സിലാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാനത് നിർത്തി. ഇവിടെ ഏറ്റവും കൂടുതൽ ചളിയാക്കുന്നത് അയാൻകുട്ടി തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അതിൽ ഞാൻ പറഞ്ഞതിൽ. ഞാൻ എന്നിട്ട് ഇപ്രാവശ്യം വന്നത് അവൻ്റെ യൂണിഫോം ഞാൻ വാഷ് ചെയ്തു. ഇനി നാളെ ആകുമ്പോഴത്തേന് ആ വിയർപ്പും ചളിയും അതിൽ ഒന്നുകൂടിയും പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കൂൾ വിട്ട് വന്നതും അതിനെ വാഷ് ചെയ്യാൻ ഇടുക കേട്ടോ ചെയ്തത്. പിന്നെ ഇതാ ഈ ഭാഗങ്ങളൊക്കെ വേഗം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ബെഡ് മടക്കി വെച്ചതേ, അവരുടെ റൂമിൽ AC വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസം നമ്മുടെ റൂമിൽ AC വർക്ക് ചെയ്തത് കൊണ്ടും അവരവിടെ വന്നിട്ടാട്ടോ ബെഡ് എടുത്തിട്ട് വന്നിട്ട് അവിടെ വന്നിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ബെഡ് ഇങ്ങനെ മടക്കി ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് അങ്ങനെ ഭയങ്കര ലഞ്ചൊന്നുമില്ല, ചെറിയ രീതിയിൽ. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഹെവി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ചൊന്ന് കമ്മിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ വെറും മോരുകറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് കിഴങ്ങ് വറുത്തതും ആക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തു കേട്ടോ. ഉപ്പേരി വെക്കാനുള്ള ഐറ്റംസൊക്കെ നമുക്കിനി മേടിച്ചിട്ട് വേണം. വല്ലാത്ത ചക്കമുറി ആയിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. സൂപ്പർ വീഡിയോ എത്താ, ചക്ക കാണിച്ച് കൊതിപ്പിച്ചു. നാടൻ മിൽക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന്. സൊസൈറ്റിയാണ് കേട്ടോ അത്. പിന്നെ പഴഞ്ചക്ക, അതെ, ഇന്നലെ അതിൻ്റെ പേര് കിട്ടാനിട്ടാണ് ഞാൻ ആകെ ഇടങ്ങാറായത് അല്ലേ. ഈ പഴഞ്ചക്ക ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ കുരുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ചക്കയല്ലേ, എനിക്ക് പൊതുവേ അത് ഇഷ്ടമല്ല. അത് കഴിക്കാനൊരു നാക്ക് വേണം തോന്നുന്നു കേട്ടോ. എല്ലാവർക്കും അത് പറ്റിക്കൊള്ളാമെന്ന്
പറ്റിക്കൊള്ളണം എന്നില്ല, കാരണം തൊണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും കേട്ടോ. അടിപൊളി ചക്ക, സൂപ്പർ ചക്ക. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, കാണാനും നല്ല മുഞ്ചായിരുന്നു. ഇവിടെ ചിരിച്ച ചക്ക എന്ന് പറയും കേട്ടോ, അതായത് അത്രയും ഭംഗിയുള്ള ചക്കനെയാണ് ഈ ചിരിച്ച ചക്ക എന്ന് പറയുക. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ വല്ല പദപ്രയോഗം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തു. പിന്നെ ചേർത്തിയല്ല, എന്ന് പറയണമെന്ന്, ചേർത്ത് എന്ന് പറയണമെന്നോ, അതെന്താ എനിക്ക് മനസ്സിലായില്ല, ചേർത്ത് എന്ന് പറയാന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാ ഞാൻ ഒരു പരിപ്പും മുരിങ്ങയും കൂടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിഹാൻ എവിടെ? റിഹാൻ ഇനി കോളേജിലോട്ടാണ് പോകുന്നത്, സ്കൂളിലോട്ടല്ല. അവന് കോളേജിൽ ചേർത്താൻ പോകണേ ഉള്ളൂ. അസിസി സ്കൂളിലാണ് കേട്ടോ പഠിക്കണത്, കഞ്ചിക്കോട് തന്നെയാണ് പഠിക്കണത്. സുനിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്, ലേഡി ആയിരിക്കാം മേ ബി, നമ്മളോട് ചോദിച്ചത്. അയാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, വെക്കേഷനൊക്കെ കഴിഞ്ഞില്ലേ, ഇനി മടിയൊക്കെ മാറി സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ വേഗം നമ്മുടെ കറി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 11 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഒരു കോഫി കുടിക്കാറുണ്ട് കേട്ടോ, അപ്പോൾ വിത്തൗട്ടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി കുടിച്ചു. ഈ കോഫി കുടിച്ചാൽ എനിക്ക് ഒരു പ്രത്യേക ഉഷാറ് വരാറുണ്ട്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു കോഫിയിലധികം അഡിക്റ്റ് ആവരുത് ചിനിമ എന്ന്. പക്ഷേ എനിക്ക് ആകെ കുടിക്കാൻ പറ്റുന്ന ഒരു സാധനം അതൊക്കെയാണ്. ഇപ്പോൾ കോഫി ചായയൊക്കെ കുടിക്കാം, അപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ചോറൊന്ന് അരി കഴുകിയെടുത്ത ശേഷം വെള്ളം ഒഴിച്ച് നമ്മളവിടെ വെക്കാൻ നിന്നു. അപ്പോൾ ഇന്നലെ മുറിച്ച ചക്ക ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ പഴിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ മുറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ചക്ക മുറിക്കാൻ സത്യം പറഞ്ഞാൽ അറിയേയില്ല, എങ്ങനെയൊക്കെയോ ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് പുളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ട് ചക്കക്കൂട്ടാൻ വെക്കാൻ പറ്റൂല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ ചക്കക്കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതും നല്ല ചിരിച്ച ചക്കയായിട്ടുണ്ട്, നോക്കിയേ എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഞാൻ ഒരു പീസ് കഴിച്ച് നോക്കിയപ്പോൾ അത് പുളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പുളിച്ച ചക്ക കൊണ്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ മോഹം അവിടെ മാറ്റി വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ചക്ക മുറിക്കാൻ അറിയില്ല, അതായത് ഈ പച്ച ചക്ക മുറിക്കാൻ എനിക്ക് കിട്ടൂല. ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ അവിടെ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലുമൊക്കെയാണ് മുറിക്കാറുള്ളത് കേട്ടോ. ഞാൻ മഴ കൊണ്ട് ഇങ്ങനെ വെട്ടണയൊക്കെ കാണാം കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് കൂട്ടാൻ കഴിക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് അറിവില്ല. ഉണ്ടാവും എന്നുള്ളത് ആ പൂച്ചനെ ഞാനൊന്ന് മടിയിൽ വെച്ചൊന്ന് തലോടി കഴിഞ്ഞാൽ അത് എൻ്റെ കൂടെ പോരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എനിക്ക് അമ്മാതിരി പരിപാടികളൊന്നും സെറ്റാവില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് കൊഞ്ചിക്കാനൊന്നും പോയില്ല കേട്ടോ. എപ്പോഴും ഇവിടെ ഉള്ള പൂച്ച തന്നെയാണ്. ഞാൻ ഒന്ന് മയത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ പെറ്റാവും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഒരു തേങ്ങ പൊളിച്ചെടുക്കുന്നുണ്ട്, കുറേ കഷ്ടപ്പെട്ടു ഈ ഒരു ഇതിൽ പൊളിച്ചെടുക്കാൻ. കയ്യിലോട്ടൊരു കുത്തും കിട്ടിയിട്ടോ കണ്ട്, പക്ഷെ മുറിഞ്ഞില്ല ഭാഗ്യത്തിന്. നമ്മൾ ശരിക്കും ഈ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇങ്ങനെ പൊളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കുമിഞ്ഞെങ്ങാനും അങ്ങോട്ട് പോയാൽ വയറ്റിലോട്ട് കുത്തി അങ്ങോട്ട് കയറില്ല, അടിപൊളിയാവും. പിന്നെ തേങ്ങ പൊളിക്കേണ്ട എല്ലാ പൂതിയും അങ്ങോട്ട് മാറിക്കിട്ടും എല്ലാവർക്കും. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത ഡ്രസ്സുകൾ കുറച്ചധികം മടക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മടക്കിയെടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ആ തേങ്ങ ഞാൻ പൊളിച്ചെടുത്തപ്പം ആ തേങ്ങയിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു. തേങ്ങ അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള തേങ്ങയായിരുന്നു കേട്ടോ. പിന്നെ ആ വെള്ളം ഞാൻ കുടിച്ചു. എന്നിട്ട് തേങ്ങയ്ക്കൊന്ന് ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കണം കേട്ടോ. മൺചട്ടിയിലാണ് ഞാൻ എപ്പോഴും ഇമാതിരി ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുള്ളത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഉലുവി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം നമുക്കിതിലോട്ട് കറിവേപ്പില, പച്ചമുളക് ഒക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങയിലോട്ട് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും തൈരും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി അരച്ചതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച മോര് കറി റെഡി. കുമ്പളങ്ങയൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ, വേവിച്ച ശേഷം പിന്നെ ഈ അരപ്പ് അരച്ചു കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതാ
കിഴങ്ങും പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരത്തെ എഗ്ഗ് വെച്ചിട്ട് സ്ക്രാമ്പിളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവർ വരും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.